മോഹൻലാൽ ദ എൽ ബ്രാൻഡ്. ഈ മനുഷ്യൻ, ഇയാൾക്കൊരു ബൗണ്ടറി ഒന്നും ഇല്ലേടെ അഭിനയത്തിന്. ഇയാൾ ഞെട്ടിക്കുക മീൻസ് ഒരു പരസ്യം അഭിനയിച്ചിട്ട് ആർക്കെങ്കിലും ഇത്രത്തോളം ഞെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ അടുത്ത കാലത്തൊന്നും എനിക്കറിയാൻ പാടില്ല. വിൻസ്മെറ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിൻ്റെ പരസ്യമാണ്. പ്രകാശ് വർമ്മ, ഓക്കെ, നമുക്കറിയാമല്ലോ, തുടരും ഫെയിം പ്രകാശ് വർമ്മ. അങ്ങേര് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആഡ്സ് എടുക്കാനാണ്. വിൻസ്മെനയുടെ പ്രൊമോഷൻ ആഡ് ലാലേട്ടനെ വെച്ചിട്ട് പ്രകാശ് വർമ്മ ചെയ്ത് വെച്ച ഒരു ഐറ്റോടെ ട്രൂലി ഇറസിസ്റ്റബിൾ എന്നാണ് അതിൻ്റെ ടാഗ് ലൈൻ അവർ കൊടുത്തിട്ടുള്ളത്. ഞാൻ എത്ര വട്ടം ഇപ്പോൾ അത് കണ്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും അവരുടെ ഗോൾഡ് ഇറസിസ്റ്റബിൾ ആവട്ടെ ഈ ഒരു പരസ്യം കാരണം, അവരുടെ ജ്വൽസ് എല്ലാം ഇറസിസ്റ്റബിൾ ആവട്ടെ. പക്ഷെ ലാലേട്ടൻ്റെ ഈ പരസ്യം ഈസ് ജസ്റ്റ് ഇറസിസ്റ്റബിൾ ഫോർ ഈച്ച് ആൻഡ് എവ്രി മലയാളി എന്ന് ഞാൻ പറയൂ. ഒരു രക്ഷയില്ല മോനെ. ഞാൻ അധികം പറഞ്ഞിങ്ങനെ ഡെക്കറേഷൻ ഇട്ട് കൂട്ടുന്നില്ല. നമുക്കിവിടെ ആ ഒരു പരസ്യം ആദ്യം ഒന്ന് കാണാം. ഹലോ ചേട്ടാ. അതെ അതെ അതെ, നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക്. ചേട്ടാ ഇതാണ് ശിവാനി. ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ദ ലീഡ് റോൾ. ചേട്ടാ ഒരു മിനിറ്റ്. Can I just try it? The other one is much better actually. Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry കാണാനില്ല കേട്ടോ. ഷോർട്ടിലുള്ള jewelry കാണാനില്ല സർ. What? The main jewelry is missing. We've informed the police. So please don't step out of the studio. Kindly cooperate. ലാലേട്ടനെ അറിയിക്കണ്ടേ? തീർച്ചയായും സർ. ചേട്ടാ ആരും കൊതിച്ചു പോകും. വിൻസ്മെറ. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഏതാ ഐറ്റം മനസ്സിലാവുന്നില്ല. എടീ ഇനി എന്തൊക്കെ കാണണം ഇയാളിൽ നിന്നാണ് സംഗതി. ലാലേട്ടനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കണം. പ്രകാശ് വർമ്മ, മാൻ, യു നെയിൽഡ് ഇറ്റ്. ഒരു രക്ഷയില്ല. യജാതി സാധനയുടെ മാസ്റ്റർ ക്ലാസ് ഐറ്റം. ഒരു ആഡിന് ലാലേട്ടൻ്റെ പൊട്ടൻഷ്യൽ ഇത്രത്തോളം ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ പ്രകാശ് വർമ്മ, മാൻ, നിങ്ങളൊരു ലാലേട്ടനെ വെച്ചൊരു പടം ഡയറക്റ്റ് ചെയ്യും. ഒരു ജാതി ഐറ്റം. ഇതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം ഉണ്ട് പ്രകാശ് വർമ്മ വെച്ചത്. അതിനകത്ത് ലാലേട്ടൻ്റെ മുഖവും ലാലേട്ടനെ റിസീവ് ചെയ്യാൻ വരുന്ന ആ ലേഡിയുടെ ഫേസും കൂടി ആ ഗ്ലാസ്സിൽ, കാറിൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ മേജായിട്ട്, രണ്ടും കൂടി ഇങ്ങനെ മേജായിട്ടുള്ളൊരു സാധനം. അതായത് ലാലേട്ടൻ്റെ മുഖത്ത് തന്നെ ഓവർലാപ്പ് ചെയ്തിട്ട് ആ സ്ത്രീയുടെ മുഖവും വരുന്നുണ്ട്. സോ ഫ്രം ദേർ ഇറ്റ് സെൽഫ് ഇറ്റ് സ്റ്റാർട്ട്സ്. പ്രകാശ് വർമ്മ കൊടുക്കുന്ന ഡീറ്റെയിലിംഗ് ഉണ്ട്. സംഗതി ആകെ 1 മിനിറ്റും 50 സെക്കൻഡും ഉള്ളൂ ഈ ഒരൊറ്റ ആഡ്. ആ ഗ്ലാസ്സിൽ അവരുടെ ലാലേട്ടൻ്റെ മുഖത്ത് ആ ഒരു സ്ത്രീയുടെ ആ ഒരു സംഗതി ഷെയ്ഡും കൂടി വരുമ്പോഴത്തേക്ക് അവിടെ മുതൽ അതിൻ്റെ ഡീറ്റെയിലിങ് തുടങ്ങുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ലാലേട്ടൻ ആ മോഡലിനെ പരിചയപ്പെടുമ്പോൾ കഴുത്തിലെ മാല ശ്രദ്ധിക്കുന്നൊരു സീനും, ലാലേട്ടൻ ഇടങ്ങട്ടിട്ട് ആ മാല നോക്കുന്നൊരു സീന്, ഇതിനിടയിൽ ഈ മാല അഴിച്ച് വെച്ച് വേറൊരു സെറ്റ് ഓഫ് മാല ഇട്ടിട്ട് ഈ മോഡൽ പ്രകാശ് വർമ്മേൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ദിസ് നോട്ട് ദിസ് ദ അതർ വൺ, അതായത് ലാസ്റ്റ് ഇട്ട സാധനം തന്നെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സാധനം മിസ്സിങ് ആവുന്നത്. അത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ് പ്രകാശ് വർമ്മ ഈ ഒരു
ആഡിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ലാലേട്ടൻ കൊണ്ടുപോയി ആ ഇടം കണ്ടിട്ടുള്ള നോട്ടത്തിൽ തന്നെ അങ്ങേരുടെ സാധനങ്ങൾ ഇട്ടു തുടങ്ങി. ക്യാരവൻ്റെ അകത്ത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ലാലേട്ടൻ്റെ ബോഡി ലാംഗ്വേജും ആ ഗ്രേസ്. മലയാളത്തിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മനോജ് കെ ജയൻ ഉണ്ട്, മമ്മൂക്ക ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ ട്രോളും കാര്യങ്ങളിലേക്കൊക്കെ വരാം. പിന്നെ ആരാ ചെയ്തത്? ദിലീപ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജയസൂര്യ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ അധികം ആളുകൾ സ്ത്രീ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്തൊരു ഐറ്റം, ദിസ് ഈസ് ലൈക്ക്, ഇത് സ്ത്രീ വേഷം ചെയ്യുന്നതല്ല. ഒരു ആണിൻ്റെ അകത്തുള്ള ആ ആണിൻ്റെ ഒരു ഫെമിനിൻ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ഷെയ്ഡ് എക്സ്പ്ലോർ ചെയ്ത് അത് കൃത്യമായിട്ട് അതൊരു ക്യാൻവാസിൽ കാണിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഫെമിനിൻ ടച്ച് കൊണ്ടുവരാൻ. അതൊരു പെണ്ണായിട്ട് വേഷം കെട്ടാനാണെന്നുണ്ടെങ്കിൽ, സ്ത്രീയായിട്ട് വേഷം മാറിയിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ സംഗതികളൊക്കെ കൊണ്ടുവന്ന് ചെയ്യാം. അതിൽ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യും, കോൺട്രിബ്യൂട്ട് ചെയ്യും. ഡ്രസ്സിങ്, ഹെയർ, കുറേ സാധനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഒന്നുമില്ല, ആ ഷർട്ടിൻ്റെ കുടുക്കൊക്കെ അഴിച്ചിങ്ങനെ വെച്ച സ്ഥലത്ത് നിന്ന് ആ മാല ഇട്ടിട്ടുണ്ട് ആ ഒരു സാധനം, ആ ഡാൻസും സാധനമൊക്കെ. ഫെമിനിൻ ടച്ച് അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വെപ്പും കൂടിയും അല്ലെങ്കിൽ ക്ലീൻ ഷേവ് അല്ലെങ്കിൽ ബാക്കി വെച്ച് കെട്ടലെല്ലാം കൂടിയും വെച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഫെമിനിൻ ടച്ച് ഒരു ക്യാരക്ടറിന് സ്ത്രീ ആയിട്ട് വരുന്നത് ചിലപ്പോൾ കുറേ ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇത് ക്ലീനാണ്, ഇതൊന്നുമില്ല. ആ മാല അങ്ങോട്ട് ഇട്ടിട്ട് ലാലേട്ടൻ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ അങ്ങോട്ട് തുടങ്ങുകയാണ്. എൻ്റെ മോനെ എന്തെന്നാ ഇത്? മറ്റേ ഉണ്ടല്ലോ നമ്മളെ ഇതിലെ ഡയലോഗ്, അയ്യോ എന്താ അതിൻ്റെ പേര്, മണിച്ചിത്രത്താഴില്, സംഗതി ഇയാളെന്നെ മാടമ്പള്ളിയിലെ അജാതി ഐറ്റഡ് ചെയ്ത് വെച്ചത്. വേറെ ആരുമില്ല, മാടമ്പള്ളിയിൽ ഐറ്റം ഇങ്ങേരന്നെ എന്നുള്ള രീതിക്കുള്ളൊരു സംഗതി. എന്താണെങ്കിലും എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി എനിക്കിത്. ചിലർക്കൊക്കെ ഇതൊരു കോമാളിത്തരം എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇതിനടിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചിലരൊക്കെ ഇതിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ഒരു ആഡിൻ്റെ ഇത് വെച്ചിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇതെന്ത് കോമാളിത്തരമാണ്, ഇയാളെ കൊണ്ട് എന്ത് കോമാളിത്തര വേഷവും കെട്ടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ ആൾക്കാരുടെ സംഗതികളുണ്ട്. ഒരേ സമയം ഫെമിനിൻ സൈഡ് കാണിക്കാനും ഹൈ മാസ്കുലിനിറ്റി, ലാലേട്ടൻ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സൊക്കെ അറിയാലോ. 6-ാം തമ്പുരാൻ, നമ്മുടെ രാവണപ്രഭു, കുറേ ഐറ്റം ഉണ്ട്. അതായത് മലയാളികൾക്ക് മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സാണ്. മീശവിരിയും മുണ്ട് മടക്കി കുത്ത്, അതിൻ്റെ പീക്ക് സാധനങ്ങൾ നമുക്ക് ഡെലിവർ ചെയ്തൊരു മനുഷ്യൻ. ഇതൊരു തീ ഐറ്റം ആയിട്ടുണ്ട് എന്താണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തത് ലാലേട്ടനെ വാനപ്രസ്ഥം, ഓക്കെ, ഒരു ഫെമിനിൻ ഷെയ്ഡിലേക്ക് ആ ഒരു കഥകളിയുടെ കഥാപാത്രം, ആ കഥകളി അതിൽ ഫോക്കസ്ഡായി. പിന്നെ ലാലേട്ടൻ്റെ കഥാപാത്രവും ആ സിനിമയും ഒന്നും പറയാനില്ല. അതിലും ഇങ്ങനത്തെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫെമിനിൻ സാധനം വന്നിട്ടില്ല അതിനകത്ത്. മത്സ്യത്തിൽ ഇതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ കമലദളത്തിൽ ഭരതനാട്യം, ആ ഒരു ഐറ്റം, അങ്ങേര് ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് വന്നിട്ട് ഭരതനാട്യം കളിക്കുന്നത്, അതിൽ താടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വട്ടത്താടിയൊക്കെ ഉണ്ട് അങ്ങേർക്ക്. അതിനകത്ത് അതിനൊക്കെ ഒരു ആ ഗ്രേസ് ഉണ്ടല്ലോ, അത് ഇങ്ങേർക്ക് കൂടിയിട്ടേ ഉള്ളൂ. ഈ മനുഷ്യൻ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അത് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ലാലേട്ടൻ എത്രത്തോളം ഭംഗി കണ്ടിട്ടില്ലേ. എമ്മാതിരി ലുക്കാണ്, ഒരു രക്ഷയില്ല, വേറെ ലെവൽ ഐറ്റം. ഇതിനിടയിൽ കാട്ടപരാധം പറയാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിനിടയിൽ മമ്മൂക്കാനെ ട്രോളാൻ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് മമ്മൂക്കാക്കിട്ടുള്ള ട്രോൾ എന്തിനാണ് ഇന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ബസൂക്കയിലെ ലാസ്റ്റ് ഒരു ഐറ്റം മമ്മൂക്ക ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു ട്രൈ ആണ്. ഇറ്റ്സ് എ നൈസ് ട്രൈ. മാമാങ്കത്തിലും മമ്മൂക്കാട് അങ്ങനത്തെ ഒരു സാധനമുണ്ട്, ഒരു ഫെമിനിൻ സാധനമുണ്ട്. ഓരോരുത്തർക്ക് ഓരോ സാധനങ്ങൾ ചെയ്യുന്നതിൽ ഉള്ളൊരു ഗ്രേസ് ഉണ്ട്. ഇപ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്, അയാൾ ഈ വെള്ളത്തിനെ പോലെ ഏത് ഗ്ലാസ്സിൽ ഒഴിച്ചാലും അതിൻ്റെ ഷേപ്പിൽ മാറിയൊരു ഗ്രേസ് ഉണ്ട് അങ്ങനെ. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പലപ്പോഴായിട്ട് ചില ക്യാരക്ടേഴ്സിന് മമ്മൂക്ക ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രേസ് കുറവുള്ള പോലെ തോന്നും. എനിക്ക് മാത്രമാണോ നിങ്ങൾക്കാണോ അങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും എനിക്ക് ചില സമയത്ത് ലാലേട്ടനൊരു പൊടിക്ക് കൂടുതൽ, ഇപ്പോൾ ജിത്തുവായി അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സി റൊണാൾഡോ പോലെയാണ്.
ആളുടെ ഭയങ്കര എഫേർട്ട് ഇട്ട് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഫുട്ബോളിന് വേണ്ടി അത്രയും ഹാർഡ് കോർ എഫേർട്ട് ആൻഡ് സാധനങ്ങളൊക്കെ ഇട്ട് കളിക്കും. മെസ്സി ഈസ് ലൈക്ക് എ ബോൺ ടാലൻറ്റ്. അത്ര ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നുമില്ല. ജനിച്ചപ്പോഴേ അത് ഇതിനായിട്ടുള്ളൊരു ഐറ്റമാണ്. അതേപോലെയാണ് ലാലേട്ടൻ ജനിച്ചപ്പോഴേ ഇതിനായിട്ടുള്ളൊരു ഐറ്റമാണ്. മമ്മൂക്ക വർക്കാണ്, ഭയങ്കര ഹാർഡ് വർക്കാണ് മമ്മൂക്കാരെ. സോ അതുകൊണ്ട് തന്നെ ചില സാധനങ്ങളൊക്കെ വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ലാലേട്ടൻ ചെയ്യുന്നത്, അതിൻ്റെ മമ്മൂക്ക ചെയ്യുന്നത് ചിലപ്പോൾ ചില ഡയലോഗ് ഡെലിവറി ഒക്കെ ഉണ്ട് മമ്മൂക്കാൻ്റെ. പ്രത്യേകിച്ച് ഈ വക്കീൽ വേഷത്തിലൊക്കെ വന്ന് അല്ലെങ്കിൽ കിങ്ങിലൊക്കെ ഉള്ള പോലത്തെ സാധനങ്ങൾ, അങ്ങനെ സാധനങ്ങളൊന്നും ലാലേട്ടനെ കൊണ്ടും പിടിച്ചാൽ കിട്ടില്ല. അത് മമ്മൂക്കയുടെ ട്രെയിൻ മാർക്കാണ്. എഗെയിൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് മൊത്തം ഞാൻ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റുകളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കമ്പാരിസൺ ഭയങ്കരമായിട്ട് പഴയ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് മോശം പറയാൻ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനിവിടെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഫഹദ് അന്ന് മൂക്ക് കുത്തിയൊരു പരസ്യമില്ലേ, അത് രസമായിരുന്നു അത് കാണാൻ. എന്ത് രസമായിരുന്നു അത് കാണാൻ. അങ്ങനെ ഒരു കോൺസെപ്റ്റ് അന്ന് തീർത്തും പുതുമയായിരുന്നു. അതിൻ്റെ മേക്കിംഗ് ഒരു ചാമുണ്ടായിരുന്നു. മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ആൾ ഏത് വേഷത്തിലും അഭിനയിക്കും, കിട്ടുന്നത് എന്തും ചെയ്യും. ചിലത് ശരിയാകും, ചിലത് ശരിയാകില്ല. ഇവിടെ ആളുകൾ പറയുന്നത് ഇത്രയും സുന്ദരനായ ഒരു ലാലിനെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല എന്നാണ്. അവർക്ക് അങ്ങനെ തോന്നുന്നത് കൊണ്ടായിരിക്കും. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല എൻ്റെ പൊന്നെ. സംഗതി ഉദ്ദേശിച്ചതുപോലെ വന്നിട്ടില്ല, ഒട്ടും നന്നായില്ല. ഒരാണ് വെറുതെ ഒരു നെക്ലേസ് ഇട്ട് നിന്നാൽ ചുമ്മാ അങ്ങ് സുന്ദരനായി എന്നാണോ എന്നാണ്. ഓക്കെ. തുടരും സിനിമയിൽ മോഹൻലാൽ കറുത്ത മുണ്ടുടുത്ത് വന്നു നിന്നപ്പോൾ കുറേ കാലത്തിനു ശേഷം ആ മനുഷ്യനെ കാണാൻ ഒരു ചന്തം തോന്നി. ഇവിടെ ഇത് വർക്കായില്ല എന്ന് പറയുന്നത് കേവലം ഫെമിനിറ്റി അല്ലെങ്കിൽ മാസ്കുലിനിറ്റിയുടെ പ്രശ്നമല്ല. അത് എടുത്തു വെച്ചപ്പോൾ അതിൻ്റെ എസ്തെറ്റിക്സ് സെൻസ് വേണ്ട പോലെ വർക്കായില്ല എന്നുള്ളതാണ്. മോഹൻലാലിൻ്റെ ആ ലുക്ക് അങ്ങ് വേണ്ട പോലെ ബ്ലെൻഡ് ആയില്ല. പരമ ബോർ അല്ലെങ്കിലും ഇത്തിരി ബോറാണ്. അത് കാണാതെ ആളുകൾ മോഹൻലാലിൻ്റെ സൗന്ദര്യം കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടായിരിക്കും. സ്നേഹമൊക്കെ ഉണ്ട്, അത് അവിടെ ഇരിക്കട്ടെ. എനിക്ക് വർക്കായില്ല, നിങ്ങൾക്ക് വർക്കായില്ലെങ്കിൽ നല്ലത്, വർക്ക് ആയെങ്കിൽ നല്ലത്. ഓക്കെ. ഇത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. ഞാൻ അങ്ങനെയേ പറയുള്ളൂ. ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ ഒരാൾക്ക്. ഞാൻ ആസ്വദിക്കുന്ന ഒരു എസ്തെറ്റിക് സെൻസ് ആയിരിക്കില്ല വേറൊരാൾക്ക്. ഓക്കെ. ലാലേട്ടൻ്റെ ദിസ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ന്യൂ നോർമൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു ഐറ്റമാണ് ഈ സംഗതി. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ആഡിന് വേണ്ടി ഇഫ് ഈസ് റെഡി ടു ഡൂ ദിസ് മാൻ ഈസ് എ വേറെ ലെവൽ. ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ പറയാൻ മാത്രം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടായി. ഇതൊരാളുടെ അഭിപ്രായം. ഞാൻ അടുത്തൊരു സാധനം, ഏട്ടൻ്റെ വിരലുകൾ കൊണ്ടുള്ള വിറയിക്കലും മഹാനടനവും ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊരു ബ്ലണ്ടർ പരസ്യമാണിത്. നല്ല പുട്ടും മട്ടനും കഴിച്ചിരിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കെട്ടി വരുന്നത്. ജിമ്മിൽ പോയി വന്നിട്ട് ഓക്കെ ഒന്ന് സഹിക്കണം. ഈ പരസ്യം കൊണ്ട് അവർ ഉദ്ദേശിച്ചത് ആഭരണങ്ങൾ അണിയാൻ ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടണം എന്നില്ല. പുരുഷന്മാർക്കും ആഭരണങ്ങൾ അണിയാം എന്നൊരു ന്യൂ നോർമാലിറ്റി ആവും പറയാൻ ശ്രമിച്ചത്. പക്ഷേ സ്വതവേ സ്ത്രൈണതയുള്ള ഏട്ടൻ നടനത്തിൽ കൂടെ സ്ത്രൈണത 10/10 പിടിച്ചപ്പോൾ ഫൈനൽ ഔട്ട് പുട്ടിൽ ഈ പരസ്യം കാണുമ്പോൾ തോന്നുന്നത് ഫെമിനിൻ ഇക്വാലിറ്റീസ് ഉള്ള അഥവാ സ്ത്രൈണത സ്വഭാവമുള്ള പുരുഷന്മാരെ ആഭരണം അണിയൂ എന്ന പോലെയാണ്. ഓൾറെഡി ഉള്ള പൊതുബോധം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കുകയല്ലേ ഇവർ ചെയ്തത്. ഇതേ സംഗതി ഇത്ര ഭാരിച്ച പരിപാടി ഇല്ലാതെ സിമ്പിളായി ഫഹദിനെ വെച്ച് മറ്റൊരു അഡ്വർടൈസ്മെൻറ്റിൽ കൺവേ ചെയ്തിട്ടുണ്ട്. ഈ പരസ്യത്തിലേക്ക് വരുമ്പോൾ ഉദ്ദേശശുദ്ധി നല്ലതെങ്കിലും എക്സിക്യൂട്ട് ചെയ്തു വന്നപ്പോൾ അബദ്ധമായി പറയാൻ ഉദ്ദേശിച്ചതും മാറി എന്നാണ് ഒരു സൈഡിൽ എന്ത് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ത്രിലോക സുന്ദര എന്നുള്ള
ത്രിലോക സുന്ദര എന്നുള്ള ആ ഒരു സാധനത്തിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അത് കൊള്ളാം എന്നാണ് പറയുന്നത്. എനിക്കും ഇഷ്ടമായി ഈ ത്രിലോക സുന്ദര എന്നുള്ള ആ ഒരു സംഗതി, അത് ക്യാച്ചിയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് എനിക്കറിയാൻ പാടില്ല ആളുകൾ എന്തിനാണ്. ഇപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ജ്വൽസൊക്കെ അണിഞ്ഞിട്ട് എയർ കയറി പോയിട്ടുള്ളത് റിയാസ് സലീമായിരിക്കും. സംഗതി അതിൻ്റെ കുറേ കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ലെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ടത്തെ രാജാക്കന്മാരുടെ സിസ്റ്റത്തിലൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഓക്കെ സൊസൈറ്റിയിൽ ഈ പറഞ്ഞ രാജാവ് അല്ലെങ്കിൽ കുറച്ചൊരു കാശുള്ളവനൊക്കെ ആ കാശ് കാണിക്കാനും അല്ലെങ്കിൽ ഒരു എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ സാധനങ്ങൾ ഇപ്പം പെണ്ണുങ്ങളെണ്ണ പോലത്തെ മാല അല്ലെങ്കിൽ പോലും അത്യാവശ്യം മറ്റേ മാലയും സാധനങ്ങളൊക്കെ ഇട്ട് പോകുന്നൊരു കാലഘട്ടത്തിലുള്ള ഒരു കൂട്ടം സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതിന്നൊക്കെ മാറി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ രാവണപ്രഭു, മീശപിരി, മാസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീശപിരി, നെഞ്ചത്ത് രോമവും അങ്ങനത്തെ സെറ്റപ്പാണ്, മുണ്ട് പറയും, മുണ്ടെടുക്കൽ, കുറേയൊക്കെ അങ്ങനെ പോയി. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്കറിയാം റാപ്പ് കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന, ഹിപ്പ് ഹോപ്പ് കൾച്ചറൊക്കെ ഫോളോ ചെയ്യുന്ന കുറേ ആളുകൾ തൊപ്പിയൊക്കെ ഉണ്ടല്ലോ, ചെയിന്, നല്ല ഡയമണ്ടിൻ്റെ കുറേ ചെയിന്, കയ്യിൽ കുറേ മോതിരം, മാല സാധനം, ജ്വൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്. ഫൈൻ. അപ്പോൾ ഇത് ഇയാൾ പറഞ്ഞത് ഈ ആഭരണം ഇട്ട ലാലേട്ടനുള്ള ഒരു സ്ത്രൈണഭാവം, ഒരു ഇട്ട സമയത്ത് കിട്ടിയൊരു സ്ത്രൈണതയുടെ ഒരു സംഗതിയെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു പരിധി വരെ നോക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചാൽ ഓക്കെ, കുറച്ച് സ്ത്രൈണതയുള്ള ആളുകൾക്ക്, ആണുങ്ങൾക്ക് ആഭരണം ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്നുള്ളൊരു സംഗതി, ഇപ്പോൾ കാഷ്വലായിട്ട് ആർക്കും വേണ്ടി ഇട്ടിട്ട് നിൽക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സംഗതിയേക്കാൾ കൂടുതൽ അത് ഫോക്കസ്ഡ് ആവുമോ, അത് മുഴച്ച് നിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് കുറച്ചും കൂടി ചിന്തിച്ചെടുക്കാൻ പറ്റണ പോലത്തെ ഒരു സംഗതിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീലായി. അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് ചിന്തിക്കാം, ഓക്കെ പാളിപ്പോയോ എന്നുള്ളത് തോന്നാം. പക്ഷെ ഫോർ മീ ഞാൻ ഈ ലേയേഴ്സ് ഒന്നും ചിന്തിച്ചിട്ടില്ല. ഇതിപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ആഡ് കണ്ട് ലാലേട്ടൻ ആ ചെയ്ത് വെച്ചൊരു സാധനം പ്രകാശ് വർമ്മ അത് എക്സിക്യൂട്ട് ചെയ്ത രീതിയും കണ്ട് ആളുകൾ ഏറിപ്പോയാൽ അതിനിടയിലുള്ള 10 കമൻറ്റും ആയിരിക്കും അവരവർ വഴിക്ക് വിടും. ഓക്കെ, ഇതിന് പിന്നാലെ പിടിച്ചു പോയിട്ട് ഇതിൻ്റെ സെർച്ച് ചെയ്ത് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കി ഫേസ്ബുക്കൊക്കെ നോക്കി അല്ലെങ്കിൽ വേറെ കോണ്ടൻറ്റുകൾ, ഇപ്പോൾ എൻ്റെ കോണ്ടൻറ്റ് അടക്കം എടുത്ത് നോക്കിയിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും ചിന്തിക്കുന്നല്ലാതെ ഒരു മോസ്റ്റ് മെജോറിറ്റി ആളുകളും ഇതൊന്നും ചിന്തിക്കുകയൊന്നുമില്ല. അവരാകെ ആ ആഡ് കാണും, എന്തൊരു ലുക്കാ ലാലേട്ടൻ, എന്തോ അടിപൊളിയായിട്ട് ലാലേട്ടൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരാണ് പോകും. അതുകൊണ്ട് ഇതിലിപ്പോൾ ഉദ്ദേശിച്ച സാധനം എക്സാക്ട്ലി കൺവേ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളിലേക്ക് സിമ്പിളായിട്ട് ഈ സാധനം എത്തും. ഓക്കെ, കാരണം ലാലേട്ടൻ അത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആര്, നമ്മുടെ പ്രകാശ് വർമ്മ. സോ ഫോർ മീ ദിസ് ഈസ് എ ഗ്രേറ്റ് വൺ, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം. ഇപ്പം അടുത്ത് ബിഗ് ബോസിൻ്റെ ട്രെയിലർ അടക്കം വന്നപ്പോൾ ഞാൻ റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു, പിന്നെ ഞാൻ ചെയ്തില്ല. ബട്ട് ദിസ് ഈസ് സിംപ്ലി ഇറസിസ്റ്റബിൾ. ഒരു രക്ഷയിലാണ് ഈ സാധനം. ഞാൻ കുറേ വട്ടം ഇരുന്ന് കണ്ടി ഐറ്റം. അങ്ങനെ ആ ഒരു പ്രത്യേകിച്ച് ആ ക്യാരവൻ്റെ അകത്തുനിന്ന് പ്രകാശ് വർമ്മ ചേട്ടാന്ന് വിളിക്കുമ്പോൾ ഒരു സാധനമുണ്ട്, അതൊരു ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്നൊരു സാധനം, അത് നമ്മളൊക്കെ നടക്കൂല നമ്മളെ കൊണ്ടൊന്നും, മനസ്സിലായോ? ആ ഷിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു മാനറിസം ചേഞ്ച് ചെയ്തത്, ആ ക്യാരക്ടറിൻ്റെ ആ ഒരു ഷെയ്ഡ് ചേഞ്ച് ആയത്, ഇങ്ങനെയൊക്കെ വെച്ച് മറ്റേ സാധനം എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ പേര്, നമ്മളെ ലോറൻസ് ഒക്കെ അഭിനയിച്ച സാധനം, അതിൻ്റെ പേരും ഞാൻ മറന്നുപോയി. ആ പ്രേതപ്പടം ഒരു രക്ഷയില്ല കേട്ടോ, കിണ്ണ സാധനം, അടിപൊളി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ.